അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജൂൺ 5 ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓരോ മനസ്സുകളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റും മർഹബ വിഷൻ യൂട്യൂബ് ചാനലും സംയുക്തമായി ഒരു ആകർഷകമായ സ്മാർട്ട് വാച്ച് സമ്മാനമായി നൽകുന്ന ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയാണ്. ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. കാടും മലയും പുഴകളും തെളിഞ്ഞ ആകാശവും, എത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതി! ഓരോ ജീവജാലങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ തണലേകുന്ന ഈ ഭൂമി നമുക്ക് ലഭിച്ച അമൂല്യമായ സമ്മാനമാണ്. എന്നാൽ കാലം മുന്നോട്ടു പോകുമ്പോൾ മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ കാരണം നമ്മുടെ പ്രകൃതിക്ക് വലിയ ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട്. നദികൾ മാലിന്യം നിറയുന്നു, വായു മലിനമാകുന്നു, കാടുകൾ നശിക്കുന്നു, മണ്ണ് ഫലഭൂയിഷ്ടമല്ലാതാകുന്നു. അനിയന്ത്രിതമായ കാലാവസ്ഥാ മാറ്റങ്ങൾ നമ്മെ ഭീഷണിപ്പെടുത്തുന്നു. പ്രളയങ്ങളും വരൾച്ചയും നമ്മൾ പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. കാരണം പ്രകൃതിയുടെ നിലനിൽപ്പ് നമ്മുടെയെല്ലാം നിലനിൽപ്പിന് അനിവാര്യമാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം ഭൂമിയുടെ പുനഃസ്ഥാപനം, മരുഭൂമിവൽക്കരണത്തെ ചെറുക്കുക, വരൾച്ചയെ അതിജീവിക്കുക, ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ് എന്നതാണ്. ഭൂമിയുടെ ആരോഗ്യം വീണ്ടെടുക്കുക, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുക, ജലദൗർലഭ്യം ഒഴിവാക്കുക എന്നിവ ഈ പ്രമേയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഒരു കാലത്ത് സമൃദ്ധമായിരുന്ന ഭൂമിയെ നമ്മൾ നശിപ്പിച്ച രീതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനിയെങ്കിലും അതിനെ പുനർനിർമ്മിക്കാൻ ഓരോ വ്യക്തിയും മുന്നിട്ടിറങ്ങണം. ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ തന്ന അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. പ്രകൃതിയോടുള്ള നമ്മുടെ കടമയെക്കുറിച്ച് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ ഒരു തൈ ഇരിക്കെ അന്ത്യനാൾ വരികയാണെങ്കിൽ പോലും അത് നടാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ അത് നടണം. ഈ ഹദീസ് പ്രകൃതിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: മുസ്ലിമായ ഒരാൾ ഒരു മരം നടുകയോ വിത്ത് വിതയ്ക്കുകയോ ചെയ്താൽ അതിൽ നിന്ന് പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിക്കുന്നത് അവനൊരു സ്വതക്കയായി മാറും. കൂടാതെ വഴിയിൽ നിന്ന് ശല്യം നീക്കം ചെയ്യുന്നത് പോലും ഈമാന്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മലിനീകരണം ഇല്ലാതാക്കുന്നതും ശുചിത്വം പാലിക്കുന്നതും മരങ്ങൾ നട്ടുപരിപാലിക്കുന്നതും നമ്മുടെ വിശ്വാസത്തിന്റെ തന്നെ ഭാഗമാണ്. ശുദ്ധമായ വായുവും വെള്ളവും മണ്ണും നമുക്കും വരും തലമുറകൾക്കും അത്യന്താപേക്ഷിതമാണ്. ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ചുറ്റുപാടുകളെ പച്ചപ്പുള്ളതാക്കാനും മാലിന്യമുക്തമാക്കാനും നമുക്കൊരുമിക്കാം. ഈ വർഷത്തെ പ്രമേയം നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ആരംഭിക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെയും ഒരു തൈ നട്ട് പരിപാലിച്ചും നമുക്ക് ഈ പ്രകൃതി സംരക്ഷണ യജ്ഞത്തിൽ പങ്കാളികളാവാം. ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടക്കാം. ക്വിസ് ചോദ്യങ്ങൾ: 1. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? 2. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുഖ്യ പ്രമേയം എന്താണ്? 3. ഒരു മരം നടുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പുണ്യമായാണ് പഠിപ്പിച്ചത്? 4. നമ്മുടെ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രധാന മാലിന്യം ഏതാണ്? 5. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നീക്കം ചെയ്യുന്നത് ഈമാന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു? 6. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ ഒരു അത്യാവശ്യ ഘടകം ഏതാണ്? 7. ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം പ്രധാനമായും എത്ര കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്?